റോക്കറ്റ് നിക്ക്, ഞാൻ ഇപ്പൊ തന്നെ പൊട്ടിച്ച് കാണിക്കാം. ചരിത്രം ഉണ്ടാക്കാൻ പോകുന്നു. അയ്യോ, അതിന് എന്നെ എന്തിനാ വരട്ടുന്നേ? ഹരി ബനി, എന്നെ രക്ഷിക്കണേ. അയ്യോ, ഇങ്ങോട്ടേക്ക് വരല്ലേ. എല്ലാം കഴിച്ചു തീർത്തോ? എല്ലാവരും ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഞങ്ങൾ എന്തോ ഒരു ഗോഡൌൺ മുഴുവനും കഴിച്ച പോലെ. ഒരു ബോട്ടിൽ മാത്രമല്ലേ കഴിച്ചുള്ളൂ. അത് സ്വീറ്റ്സിലിടാൻ വേണ്ടി മേടിച്ചോണ്ട് വന്നതായിരുന്നു. എന്തിനാ പേടിക്കുന്നത്? ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലാതെ തന്നെ നമുക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കാം. ദിവാലിക്ക് ഉണ്ടാക്കുന്ന എല്ലാ സ്വീറ്റ്സിലും, പ്രത്യേകിച്ച് മാവ സ്വീറ്റ്സിൽ അതിട്ടാലേ നന്നായിരിക്കൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെയാ ചെയ്തത്. ആദ്യം ഞങ്ങൾ മാവ് കഴിച്ചു, എന്നിട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് മേലെ ഇട്ടത്. നിങ്ങൾ മാവയും കഴിച്ചു? ബണ്ണി, മാവയ്ക്ക് വേണ്ടി ദേഷ്യപ്പെടുകയാണോ അതല്ല ഡ്രൈ ഫ്രൂട്ട്സിന് വേണ്ടി ദേഷ്യപ്പെടുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഹണി, എത്ര സ്പീഡായിട്ട് ഓടാൻ പറ്റുമോ അത്രയും സ്പീഡായി ഓടിക്കോ. ബണ്ണി, എനിക്കെന്താ ഓടാൻ പറ്റാത്തത്? കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ തീർന്നില്ലേ? പിന്നെ എന്തിനാ അവനെ കിടന്ന് അടിക്കുന്നേ? നിന്നെ അടിച്ച് നിന്റെ മൂക്ക് ചുവപ്പാക്കി പൂച്ചേന്ന് കൊരങ്ങാക്കുന്നതിന് മുമ്പ് മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കോ. ഓ, ഞാനുണ്ടാക്കിയ ഗീറും വേസ്റ്റായി. എടോ ജോർദാർ, തീപ്പൊടി തീർന്നു പോയി. പുതിയ തീപ്പൊട്ടി താ. നീയായിരുന്നു പുറത്ത് പടക്കം പൊട്ടിച്ചോണ്ടിരുന്നത്. നിന്റെ റോക്കറ്റ് എവിടെ വന്ന് തട്ടിയെന്ന് അറിയോ? ഒരുപക്ഷെ അവിടെ കത്തിയിരുന്നെങ്കിൽ ഡോക്ടർക്ക് പോലും ആ സ്ഥലം കാണിക്കാൻ നീയാണ് പറ്റില്ല. സൂക്ഷിക്കേണ്ടത്. ദീപാവലിക്ക് പട്ടാസ് പൊട്ടിക്കാതെ പിന്നെ കളർ വെച്ചാണോ കളിക്കേണ്ടത്? ആ പടക്കം കിതാ. എന്താ ചെയ്യുന്നത് ജോർദാർ? പോപ്പട്ടിന്റെ പടക്കങ്ങൾ കൊടുത്തേ. രാവിലെ ആരാ പടക്കം പൊട്ടിക്കാം? ഇത് നിങ്ങൾക്ക് രാത്രി തരാം. എന്റെ പട്ടാസ് ഇങ്ങ് താ. പറ്റില്ല. ഇങ്ങ് തരാനാ പറഞ്ഞത്. പറ്റില്ല. ജോർദാർ താ. പറ്റില്ല. ഇങ്ങ് തരാനാ പറഞ്ഞത്. നമ്മുടെ എല്ലാവരുടെ ദീപാവലി ഇങ്ങനെ ചീത്തയാക്കിയല്ലോ. എന്റെ മുഴുവൻ പട്ടാസും പൊട്ടിച്ചു നീ. ഇനി നീ എന്റെ അടുത്ത് മിണ്ടരുത്. എന്റെ അടുത്തും കൂടെയാ. നീ വേണമെങ്കിൽ തനിച്ചു പോയി ആഘോഷിച്ചോ. നീ ഒറ്റയ്ക്ക് ദീപാവലി ആഘോഷിച്ചാലേ നിനക്ക് മനസ്സിലാവൂ. ദീപാവലി ഫ്രണ്ട്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്, സ്വീറ്റ്സിന്റെ കൂടെ അല്ല. ആ പൊയ്ക്കോ പൊയ്ക്കോ, ഞാനിപ്പോ സമാധാനത്തോടെ സ്വീറ്റ്സ് ഉണ്ടാക്കും. ജോർദാർ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ശരിയായിട്ടുണ്ടോ ഇല്ലയോന്ന് നോക്ക്. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സിനൊപ്പം സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് ദീപാവലി ആഘോഷിക്കാം. ഹണി ബണി, ഇങ്ങോട്ട് നോക്കൂ, ഞാൻ എത്ര സ്വീറ്റ്സ് ചെയ്തെന്ന്. ഓ, നീ തനിച്ചിരുന്ന് നന്നായിട്ട് വെട്ടി വിഴുങ്ങ. ഏയ്, അങ്ങനൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും വേണ്ട വേണ്ട, കഴിക്കാം. മാവ് കഴിച്ചതിന് വേണ്ടി നീ അവളെ വഴക്ക് പറഞ്ഞു. പിന്നെ സ്വീറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നീ ഞങ്ങളെ വഴക്ക് പറയും. വാ ബണ്ണി, ഡോക്ടർ ബാലു നമ്മളെ സ്വീറ്റ് കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. നോക്കൂ, അദ്ദേഹം സ്വീറ്റ്സിലൊക്കെ കഴിക്കുന്ന മരുന്ന് ഒഴിക്കും. കശപ്പുള്ള സംസാരത്തിനേക്കാളും കശപ്പുള്ള മരുന്ന് എത്രയോ നല്ലതാ. വാഹണി. അല്ല, ഇവര് നല്ല ദേഷ്യത്തിലാണല്ലോ. പൊപ്പോട്ട് ഇങ്ങോട്ട് നോക്ക്. ഗോവ ബർഫി. ഹാപ്പി ദീപാവലി. പട്ടാസ് ഇല്ലാതെ എന്ത് ദീപാവലിയാണ്? എന്റെ പട്ടാസ് നീ മുഴുവൻ കത്തിച്ചില്ലേ? അല്ല, അത് പിന്നെ പട്ടാസ് മാത്രല്ല, എന്റെ മനസ്സ് നീ പൊട്ടിച്ചു സുഹൃതാർ. മനസ്സ് വെറുത്ത് കഴിഞ്ഞാ സ്വീറ്റ് കൊണ്ട് ശരിയാക്കാൻ പറ്റില്ല. എനി ഡൗട്ട്? സോർദാർ,
എന്തു പറ്റി? ഞാൻ ഹണി ബണി പൊപ്പറ്റ് എല്ലാവരുമായിട്ട് ഉടക്കി. ഇതിനാണോ ഇങ്ങനെ വിഷമിക്കുന്നേ? ഇന്നെന്തായാലും ആഘോഷല്ലേ. എല്ലാ സങ്കടങ്ങളും മറന്നുകൊണ്ട് ഇന്ന് ദീപാവലി ആഘോഷിക്കൂ. പൊപ്പടെ ഇങ്ങോട്ട് നോക്കൂ, നിനക്ക് വേണ്ടി ഞാൻ എത്ര പടക്കങ്ങളാ മേടിച്ചെന്ന്. ഇതും ഗ്യാസിൽ വെച്ച് പൊട്ടിച്ചാരേ. സോറി സുഹൃത്തെ, ഇത് കണ്ടോ എത്ര അടിപൊളി പടക്കങ്ങളാ. ദാ നല്ല വലിയ റോക്കറ്റ്. നിക്ക്, ഞാൻ ഇപ്പൊ തന്നെ പൊട്ടിച്ച് കാണിക്കാം. ചരിത്രം ഉണ്ടാക്കാൻ പോകുന്നു. അയ്യോ, അതിന് എന്നെ എന്തിനാ വരട്ടുന്നേ? എനി ഡൗട്ട്. ഹരി ബനി, എന്നെ രക്ഷിക്കണേ. അയ്യോ, ഇങ്ങോട്ടേക്ക് വരല്ലേ. എന്നെ രക്ഷിക്കണേ ബണ്ണി. എന്നോട് ക്ഷമിക്കണേ. നിന്റെ ബെഡ് റോക്കറ്റ് ആണോ ഇവിടെ എല്ലാവരും ഓടിച്ചിട്ട് നിന്റെ അടുത്ത് വന്നിരിക്കുന്നേ? അത് പിന്നെ സോറി പപ്പ. എന്ത് സോറി? നീ ഞങ്ങൾക്ക് സ്വീറ്റും തന്നില്ല, ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് താഴെ തള്ളിയിട്ടു. എടാ ബണ്ണി, അത് കഴുകിയിട്ട് കഴിക്കാലോ. എടാ വിഡ്ഢി, വീടിനാരെങ്കിലും കഴുകൂടാ. ഈ ജോർദാർ നമ്മുടെ സ്വീറ്റ്സും നമ്മുടെ സന്തോഷം എല്ലാം ചവറിൽ എറിഞ്ഞു. എനി ഡൗട്ട്? എന്നോട് ക്ഷമിക്കണേ. സോറിയോ? ആ റോക്കറ്റ് എന്നെ തൊട്ടിരുന്നാലേ എന്റെ ജീവനും അതിന്റെ കൂടെ ചേർന്ന് പറന്നു പോയേന്. എന്റെ ഹാർട്ട് ബീറ്റ് കേക്ക്. അയ്യോ, വളരെ വേഗത്തിൽ മിടിക്കുന്നു. സ്വീറ്റ് കാണുമ്പോ പോലും ഇത്ര വേഗത്തിൽ മിടിക്കാറില്ല. ഇവ പകരം വീട്ടാണ് ബന്നി. ഇന്ന് രാവിലെ എന്റെ റോക്കറ്റ് അറിയാതെ കിച്ചണിനകത്ത് പോയി. അതാണ് ഈ റോക്കറ്റിനെ എന്റെ മുകളിൽ വിട്ടത്. അല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കാണ് കേട്ടോ. നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയാ സ്വീറ്റ്സ് ചെയ്തത്. നിങ്ങൾ അതൊന്നും നശിപ്പിച്ച, അതുകൊണ്ടാ ദേഷ്യപ്പെട്ട്. പക്ഷെ സ്വീറ്റ്സ് ഉണ്ടാക്കിയതിന് ശേഷം മനസ്സിലായത് ഫ്രണ്ട്സിന്റെ കൂടെ സ്വീറ്റ്സ് കഴിച്ചില്ലെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവും ഇല്ലെന്ന്. എന്നോട് ക്ഷമിക്കൂ സുഹൃത്തുക്കളെ, പ്ലീസ്. കരയല്ലേ ജോർദാർ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ബണ്ണി, നീയും ക്ഷമിച്ചേക്ക്. ഇതെന്റെ ഓർഡർ ആണ്. ഞാനത് റിക്വസ്റ്റ് ആണെന്ന് പറയാൻ വന്നതാ ബണ്ണി. പോയി അവനെ ഹഗ് ചെയ്യ്. ഫ്രണ്ടിനെ ഹഗ് ചെയ്യാൻ വേണ്ടി ആരും റിക്വസ്റ്റും ചെയ്യേണ്ട ആവശ്യമില്ല, ഓർഡറും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങ് വാ. ഇനി നമ്മൾ ഒന്നിനും വഴക്കുണ്ടാക്കാൻ പാടില്ല. നീ വീട്ടിലുള്ള ജോലിയൊക്കെ തീർക്ക്. ഞങ്ങൾ കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. എനി ഡൗട്ട്? പുതിയ വസ്ത്രങ്ങളോ? ദീപാവലിയല്ലേ, അതോട് പുതിയ ഡ്രസ് ഇടണ്ടേ? അല്ല സോർദാർ, നീ ഇതുവരെ റെഡി ആയില്ലേ? എങ്ങനെ റെഡി ആവാനാ? ഇവർക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതിലും പിന്നെ ഇവരെ സമാധാനപ്പെടുത്താനും സമയം പോയി. ഡ്രസ് എടുക്കാൻ മറന്നു. അല്ലോ, നിങ്ങൾ ഷോപ്പിംഗ് പോയപ്പം എന്നെയും വിളിച്ചൂടായിരുന്നോ? സോറി, ഞങ്ങൾ മറന്നുപോയി. ഞങ്ങൾ നിന്റെ സെക്രട്ടറി ഒന്നും അല്ലല്ലോ. നീ എന്ത് ഞങ്ങൾക്ക് സാലറി ആണോ അല്ല, തരുന്നത്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഇതൊക്കെ ചെയ്യില്ലേ? ശരി, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചോ, ദീപാവലി ആഘോഷിക്ക്. ഞാൻ അകത്തോട്ട് പോവാ.
ആ ഹലോ ഡ്രാമ കിങ്, ബെഡ്റൂമിലേക്ക് പോ. നിനക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകൾ ഞങ്ങൾ അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്ത്? നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? അതിനല്ലേ സുഹൃത്തുക്കളുള്ളത്. അങ്ങനെയാണോ ബണ്ണി? നിനക്ക് ഞാനൊരു ഷോപ്പിംഗ് ലിസ്റ്റ് തരാം. നീ ദിവസവും എന്റെ കൂടെ തല്ലുകൂട്. ദിവസവും നീ എനിക്ക് ഓരോ സാധനങ്ങൾ വാങ്ങി തരണം. ഹണി, സാധനങ്ങൾ എവിടെ വേണമെങ്കിലും മേടിക്കാം. പക്ഷെ ഈ ബുദ്ധി ഉണ്ടല്ലോ, അത് ഏത് കടയിലും കിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി പുതിയ വസ്ത്രങ്ങൾ ഇട്ടോണ്ട് വരാം. മിസ് കാട്കർ, ഈ റെഡ് ഡ്രസ്സിൽ നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ണാട് എടുത്തുന്ന ഹാപ്പി ദീപാവലി. ആ ഹാപ്പി ദിവാലി. പടക്കങ്ങൾ. നീ കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഹാപ്പി ദിവാലി ജോർദാർ. Happy Diwali! യേഹേ, ഹേ, യേഹേ. ഹാപ്പി ദിവാലി.